കണ്ട എന്റെ പേരാരും ഇങ്ങനെ അടിപൊളിയായി ഒത്തി വെച്ചിരിക്കുവാണ്. എന്തൊരു സുന്ദരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഞങ്ങള് മധുരയിൽ വന്നിട്ടുണ്ട്. മധുരയിൽ വന്ന് അത് പ്രോപ്പറായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സിക്കന്ദർ ബാദ്ഷാ മലയിൽ വരാനായിരുന്നത് പ്ലാനായിരുന്നു. അത് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സിക്കന്ദർ ബാദ്ഷാ മലയുടെ മുന്നിലായിട്ട് ഫ്രണ്ടിലായിട്ട് നിന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ബാക്കിൽ ഇതിന്റെ വ്യൂ കാണാം നമുക്ക്. അതിരാവിലെയാണ് ഇവിടെ നമ്മളിവിടെ മല കയറാൻ പോകുന്നത്. ആ മക്ബറയിലോട്ട് അപ്പോൾ പോവാനാണ് പ്ലാന്. നല്ല ക്ഷീണിച്ച് ഒരു കാൽഭാഗമായില്ല പടി കയറി. അപ്പോഴേക്കും കൂടെ ഉള്ളവർ എല്ലാവരും തളർന്നിട്ടുണ്ട്. അപ്പോൾ യാത്രകൾ തുടരുകയാണ്. ഓക്കെ ഗൈസ്. ഗൈസ്, വരുന്ന വഴിയിൽ കണ്ട എന്റെ പേരാരും ഇങ്ങനെ അടിപൊളിയായി ഒത്തി വെച്ചിരിക്കുവാണ്. എന്തായാലും ഒരു 10-20 കൊല്ലം പഴക്കം ഉണ്ടെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ഗൈസ്. അപ്പോൾ യാത്രകൾ തുടരുകയാണ്. ഗൈസ്, അങ്ങനെ മല കയറി നമ്മളൊരു പാറപ്പുറത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഗൈസ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിമനോഹരം എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. മധുരയുടെ ഏകദേശ ഭംഗിയെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അത്രത്തോളം ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഗൈസ്. എന്തൊരു സുന്ദരമായിട്ടുള്ള കാഴ്ച എന്നറിയോ. ഇതിന്റെ കൂടെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു സീനും രാവിലത്തെ ആ ഒരു വൈബുമായിട്ടുള്ള കാഴ്ചകളെന്ന് വെച്ചാൽ ഒരു പീസ്ഫുൾ ആണ്, ഒരു അടിപൊളി സീനാണ്. ഇവ എന്ത് അങ്ങനെ നമ്മളെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സിക്കന്ദർ ബാദ്ഷാ വലിയുള്ളായുടെ മലയിൽ ഇവിടെ മക്കാമിൽ എത്തിയിട്ടുണ്ട്. തികച്ചും ഒരു 860 വർഷം പഴക്കമുള്ള ഒരു മക്കാമും കൂടെയാണ്, പള്ളിയും കൂടെ ചേർന്ന് വരുന്നതാണ്. എല്ലാവർക്കും ഇവിടെ വന്ന് ചില്ല് ചെയ്യാനും ഇവിടുത്തെ വ്യൂ ആസ്വദിക്കാനും പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ്. ഈ മധുര സിറ്റിയുടെ ഏകദേശ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ഏകദേശം വാ ഷമീർ
ഹളറത്ത് കുത്തുബ് സുൽത്താൻ സിക്കന്ദർ ബാദിഷ ഷഹീദ് റളിയല്ലാഹു അൻഹു